ടീനേജേഴ്സിലെ ഹോർമോണൽ ഹെൽത്തിന് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം പലപ്പോഴും ടീനേജേഴ്സിൻ്റെ ഒരു ബാഡ് ലൈഫ് സ്റ്റൈലാണ് അവർക്ക് പിന്നീട് വരുന്ന ഹോർമോണൽ ഇഷ്യൂസിൻ്റെ കാരണം. ഒന്നാമത്തേത്, കുട്ടികൾ ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ള തിരക്കിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്നുള്ള റെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ശീലം, അതായത് ചായ പ്ലസ് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും നല്ലതല്ല. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ട് കൊടുക്കുക. 2 മുട്ട അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പഠനം അല്ലെങ്കിൽ ഹോംവർക്ക് എന്തെങ്കിലുമുള്ളൊരു ഇതിൻ്റെ പേരിൽ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്നും ലേറ്റായിട്ട് കിടന്ന് ലേറ്റായിട്ട് എണീക്കുന്ന ഒരു ശീലം നിങ്ങളുടെ ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ടീനേജേഴ്സ് ഡെയിലി ഒരു ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് ആക്ടിവിറ്റി കുറവായിരിക്കും. ലൈറ്റ് എക്സസൈസ് അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അതായത് സ്കിപ്പിങ്, സൈക്ലിങ്, ഡാൻസിങ് ഇവയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. കാരണം ആക്ടിവിറ്റി നിർബന്ധമായിട്ടുള്ളതാണ്. ടീനേജേഴ്സിലെ പീരീഡ്സ് ഒന്ന് ട്രാക്ക് ചെയ്യുക. അത് കറക്റ്റ് വരുന്നുണ്ടോ, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ബാക്കി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇനി കുട്ടികളിൽ വെയിറ്റ് കൂടി വരുന്നുണ്ട്, കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളർ, അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു പിമ്പിൾസ്, ഹെയർ ഫോള് ഇവയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. കാരണം അത് വല്ല ഹോർമോണൽ ഇഷ്യൂസും കാരണമാവാനുള്ളൊരു സാധ്യതയുണ്ട്.